നമ്മുടെ കാർഷിക മേഖലയിൽ ഇറച്ചിക്കോഴി വളർത്തൽ വളരെ ആദായകരമായ ഒരു കാർഷിക സംരംഭം തന്നെയാണ്. ഇന്നത്തെ സാമൂഹികമായ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയായി അത് മാറുമ്പോൾ കർഷകൻ വരുമാന സ്രോതസ്സിനും തിളക്കമേറുന്നു. എന്നാൽ അശാസ്ത്രീയമായ ഇറച്ചിക്കോഴി വളർത്തൽ ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഒപ്പം രോഗബാധിതമായി കോഴികൾ ചത്തൊടുങ്ങുന്നതിനും വഴിയൊരുക്കുന്നു എന്ന യാഥാർത്ഥ്യവും കാണാതിരിക്കാനാവില്ല. കൊച്ചിയിലെ ഒരു മറൈൻ എഞ്ചിനീയറായ പി രമേശ് തന്റെ മറൈൻ എഞ്ചിനീയറിംഗ് വ്യവസായം ഉപേക്ഷിച്ച് ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വൈദഗ്ധ്യം കൈമുതലാക്കി ഇറച്ചിക്കോഴി വളർത്തൽ രംഗത്തേക്കെത്തിയത്. ഇറച്ചിക്കോഴി ഫാമിലൂടെ അനുഭവപ്പെടുന്ന ദുർഗന്ധം, അത് പിന്തുടർന്നെത്തുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, കോഴികളുടെ ആരോഗ്യ പരിപാലനം എന്നീ മേഖലകളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടായിരുന്നു രമേശ് തന്റെ ശാസ്ത്രീയ നിരീക്ഷണ പാടവം കോഴി ഫാമിലേക്ക് പകർത്തിയത്. എറണാകുളം ജില്ലയിൽ പിറവം തോട്ടപ്പടിയിൽ സഹധർമ്മിണി ഉഷയുടെ വീടിനോട് ചേർന്ന് റബ്ബർ തോട്ടത്തിൽ നടത്തിയിരുന്ന ഒരു ചെറിയ കോഴി ഫാമായിരുന്നു രമേശിനെ ഈ വഴിത്തിരിവിലെത്തിച്ചത്. 15 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ കോഴി ഫാമിന്റെ പോരായ്മകളും പരാധീനതകളും കണ്ടറിഞ്ഞ രമേശ് അതിനെ എങ്ങനെ ഹൈടെക് നിലയിലേക്ക് ഉയർത്താം എന്ന് ചിന്തിക്കുകയും തൽഫലമായി തന്റേതായ കാഴ്ചപ്പാടിൽ ഒരു ശാസ്ത്രീയ സംവിധാനത്തിലേക്ക് എത്തിക്കുകയുമാണുണ്ടായത്. നാലായിരം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഫാമിൽ 4000 കോഴികളുമായി ആരംഭിച്ച സംരംഭം ഇന്ന് 8000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 8000 കോഴികളെ വളർത്തുന്ന രീതിയിലേക്ക് രമേശ് എത്തിച്ചിരിക്കുന്നു. 15 വർഷം മുമ്പ് ഈ ഫാം തുടങ്ങുമ്പോൾ സാധാരണ രീതിയിലാണ് നമ്മൾ ഈ ഫാം തുടങ്ങിയത്. അന്ന് ഈ ഫാമിൽ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ലായിരുന്നു. കാരണം അത് വൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിരുന്നു. പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ ശരിക്കും ഇതൊരു 10 വർഷമായി ഇത് ഹൈടെക് ഫാമാക്കിയിട്ട്. എങ്കിലും ഞാനത് പുറത്തേക്ക് വിട്ടില്ല. പുറത്തേക്ക് വിടാന്ന് പറഞ്ഞാൽ എനിക്കതിന് നേരം ഉണ്ടായില്ല. പിന്നെ ഹൈടെക് ആക്കാൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ നിലവിൽ ഈ നാട്ടുകാരെ നമുക്ക് ഉപദ്രവിക്കാൻ താല്പര്യമില്ല. അപ്പോൾ നാട്ടുകാരുടെ അടുത്ത് പൊല്യൂഷൻ വന്ന പ്രശ്നം ഉണ്ടാക്കാറൊന്നും ഈ ഫാമിൽ ആരും വന്നിട്ടില്ല. ഇവർ പറയാൻ 1-2 പ്രാവശ്യമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ നാട്ടുകാർ പറഞ്ഞപ്പോൾ അതിനെ വിലക്കെടുത്ത ശേഷം അതിനെ നമ്മൾ ഓവർകം ചെയ്തു. അതിനാണ് ആ രീതിയിലാണ് ഇത് ഹൈടെക് ആയേക്കുന്നത്. മറൈൻ എഞ്ചിനീയറിംഗ് പശ്ചാത്തലം നൽകിയ സാങ്കേതിക വൈദഗ്ധ്യത്തോടൊപ്പം തന്റേതായ രൂപകൽപ്പനകളും യാഥാർത്ഥ്യമാക്കവെയാണ് രമേശ് കോഴി ഫാമിനെ ഹൈടെക് പദവിയിലേക്ക് ഉയർത്തിയത്. ഹൈടെക് രീതിയുടെ ഭാഗമായി നിപ്പിൾ, ഡ്രിങ്കർ, ഫോഗിംഗ്, സെൻസർ കൺട്രോൾ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ കോഴിക്കൂട്ടിലെത്തി. ഹൈടെക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ജോലിഭാരം തീരെ കുറവാണ്. ഒന്ന്. രണ്ടാമത്തത് ഇതിനകത്തുനിന്നും പുറത്തേക്ക് വരുന്ന പൊല്യൂഷൻ തീരെയില്ല. ഇത് രണ്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഈ ജീവിക്കുന്ന കോഴികൾക്ക് വളരെ ഭംഗിയായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യം കൂടി ഒരുക്കി കൊടുത്തേക്കുന്നു. ജീവിക്കാൻ അനുവദനീയമായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നാൽ മാത്രമേ അത് വളരുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് കിട്ടുകയുള്ളൂ. വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികം കിട്ടുള്ളൂ. ഇതെല്ലാം കൂടി കൂട്ടിയിണക്കി കൊണ്ടിട്ടാണ് നമ്മളിതിനെ ഹൈടെക് എന്ന് പറയുന്നത്. കാരണം ഒരു 10 പേര്, ഒരു 5 പേർക്ക് പെർ ഡേ വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം നമുക്ക് 2 പേര് മാക്സിമം മതി. 2 പേരുണ്ടെങ്കിൽ മാക്സിമം 2 മണിക്കൂറാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇതിനകത്ത് ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ 4 പേര് വർക്ക് ചെയ്യണം. അത്രയും ഇത് ഉണ്ട് ഇതിനകത്ത്. ആ വർക്കാണ് ഈ 2 പേര് 2 മണിക്കൂർ കൊണ്ട് തീർക്കുന്നത്. ഈ ഹൈടെക്കിന്റെ വ്യത്യാസമാണ് ആ കാണുന്നത്. ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ ഫാമിലെത്തിച്ചാൽ അവയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നിയന്ത്രിതമായ രീതിയിൽ ചൂട് നൽകുകയെന്നത് പരമപ്രധാനമാണ്. ഈ ചൂട് നൽകൽ രീതിക്കായി രമേശ് തന്റേതായ ഒരു സാങ്കേതിക സംവിധാനം തന്നെ സജ്ജീകരിച്ചു. ഫാമിനുള്ളിൽ ബ്രൂഡർ റിങ്ങുകൾ കൊണ്ട് 3 മീറ്റർ വ്യാസത്തിൽ വലയം നിർമ്മിച്ച് ഓരോ വലയത്തിനുള്ളിലും 500 കോഴിക്കുഞ്ഞുങ്ങളെ വീതമിടും. ഓരോ ബ്രൂഡർ റിങ് വേലിക്കെട്ടിന് മുകളിലും ഹാലജൻ ബൾബുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. സാധാരണ ബൾബുകൾ 25 ഡിഗ്രി സെൽഷ്യസ് ചൂട് നൽകുമ്പോൾ ഹാലജൻ ബൾബുകൾ 35 ഡിഗ്രി സെൽഷ്യസിന്റെ കൂടുതൽ ചൂട് നൽകുന്നു. തന്മൂലം ആവശ്യമായ തോതിൽ ചൂട് ലഭിക്കുന്നതിനാൽ കോഴിക്കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളരുന്നു. ഈ ചൂട് നൽകൽ സംവിധാനത്തിലൂടെ ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ തിരിച്ചറിയാനും കഴിയുന്നു. ബ്രൂഡിംഗ് സെറ്റിൽ ഇതിനകത്ത് കിടക്കുന്നത് ഹാലജൻ ട്യൂബാണ്. ഈ ഹാലജൻ ട്യൂബ് മാത്രമാണ് നമ്മൾക്ക് ഇത് കോഴിക്കുഞ്ഞ് നിൽക്കുന്ന ഫ്ലോർ ലെവലിൽ 35 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് ഇതിനകത്ത് കിട്ടുള്ളൂ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ബൾബുകളാണ്. ബൾബുകളിൽ നിന്ന് മാക്സിമം 25 ഡിഗ്രിയിൽ കൂടുതൽ കിട്ടാറില്ല. അപ്പോൾ അത് കോഴിക്കുഞ്ഞിന് വേണ്ട ചൂട് കിട്ടാറില്ല. ഇതിനകത്ത് കോഴിക്കുഞ്ഞിന് കറക്റ്റായിട്ടുള്ള ചൂട് കിട്ടുന്ന കാരണം കോഴിക്കുഞ്ഞ് വളരെ ഹെൽത്തി ആയിരിക്കും.
കുഞ്ഞുങ്ങൾ നമ്മൾ ഇടുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കറക്റ്റ് ഹെൽത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കണ്ണ് ഇതിങ്ങനെ പകുതി അടഞ്ഞിരിക്കും, അത് തല ഇങ്ങനെ ഇതായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ബ്രൂഡിംഗ് ഷീറ്റിലും ഒന്ന് മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുങ്ങൾ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനുള്ളത്, ഇതിങ്ങൾക്ക് ആവശ്യത്തിന് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ, പക്ക ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് രക്ഷപ്പെട്ട് പോരും, പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിപ്പിൾ സംവിധാനത്തിലൂടെയാണ് ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിവെള്ളം നൽകുക. ഈ സംവിധാനത്തിലൂടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ തോതിലുള്ള ജലം മാത്രമേ കുടിക്കാനാകൂ. ഇതുമൂലം വെള്ളം കൂട്ടിലെ തറയിൽ വീണോ ആഹാരത്തിൽ കലർന്നോ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾക്കും സാധ്യതയില്ല. ഇത് ഈ കോഴി നിപ്പിൾ സിസ്റ്റം ഈ ഡേ ഓൾഡ് ചിക്കന് ആരും ചെയ്യാറില്ല. ഈ നിപ്പിൾ സിസ്റ്റം കുഞ്ഞുങ്ങൾക്ക് വളരെ ബെറ്ററാണത്. ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്. ഈ ഇതാണ് അതിൻ്റെ ഗേജ്. ഈ ഗേജിലെ ലെവൽ നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇതിനാവശ്യമുള്ള വെള്ളത്തിന് പ്രഷർ ആവശ്യമുള്ള ഇത് കൂട്ടുന്നത്. ഈ ഗേജ് നോക്കിയിട്ടാണ്. ഗേജിൽ ഹൈറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് പ്രഷർ കൂട്ടുകയും കുറയുകയും ചെയ്യാം. പൊല്യൂഷൻ, ഒരു തരി വെള്ളം താഴ്ത്തൊന്നും വീഴില്ല. വെള്ളത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരു അസുഖവും കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല. കോഴിക്കുഞ്ഞുങ്ങൾക്കായി ഒരു കേജ് സിസ്റ്റവും രമേശ് നിർമ്മിച്ചു. 3 നിലയിലായി തയ്യാറാക്കിയ ഈ കൂട്ടിൽ ഒരു ലെയറിൽ 200 കുഞ്ഞുങ്ങളെ വീതം ഇടാനാകും. നിപ്പിൾ സിസ്റ്റത്തിലൂടെയുള്ള പ്രവർത്തനം മൂലം ഇവിടെ ഈ മാലിന്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉണ്ടാകുന്നുമില്ല. സിമന്റ് പരിക്കനിട്ട് കുമ്മായം വിതറി അറക്കപ്പൊടി നിറച്ചാണ് കോഴി ഫാമിന്റെ തറ തയ്യാറാക്കിയിരിക്കുന്നത്. ദിവസവും തറ ഇളക്കലും പിസ്റ്റൺ പമ്പ് വഴിയുള്ള ശുചീകരണവും നടക്കും. വിവിധ ഘട്ടങ്ങളിലായി തറ ഇളക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളും രമേശിന്റെ എഞ്ചിനീയറിംഗ് ബുദ്ധിയിൽ ഉദിച്ചവ തന്നെ. ഇത് ബ്രൂഡർ, ചെറിയ ചിക്സ് വരുമ്പോൾ ബ്രൂഡർ റിങ്ങിനകത്ത് ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു ടൂളാണത്. ഇത് ബ്ലെൻഡർ തന്നെയാണ്. അപ്പോൾ ആ ചെറിയ സ്പേസിൽ ഉപയോഗിക്കാൻ ഇതാണ് നല്ലത്. രണ്ടാമത് 15 അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുങ്ങളെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസം വരെ ഈ സാധനമാണ് ഈ ബ്ലെൻഡറാണ് ഉപയോഗിക്കാറ്. ഇത് അടുപ്പിച്ചടുപ്പിച്ച് ലെഗായത് കാരണം, അപ്പോൾ കാഷ്ടങ്ങളൊക്കെ കുറവായത് കാരണം പിന്നെ ഇതിൻ്റെ അകത്തുകൂടി ഇളക്കിയാൽ മാത്രമേ ബ്ലെൻഡായി കിട്ടുള്ളൂ. ഒരു 30 ആയിക്കഴിയുമ്പോൾ ഈ ബ്ലെൻഡറാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ 3 ബ്ലെൻഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് കൂട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്തുള്ള ലിറ്ററെല്ലാം ബ്ലെൻഡ് ചെയ്ത് ഇവിടെ സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തന്നെ ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഓരോ വർക്ക് എങ്ങനെ വരണോ വർക്കിനനുസരിച്ച് വേണ്ട ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നു. 8000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള രമേശിന്റെ കോഴി ഫാം കാണുമ്പോൾ തന്നെ അതിന്റെ വൃത്തിയും വെടിപ്പും നമുക്ക് മനസ്സിലാക്കാനാകും. ഫാമിനുള്ളിലെ ചൂട് സെൻസർ സംവിധാനം ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത്. സെൻസർ കൺട്രോൾ സിസ്റ്റമുള്ള ബ്രൂഡറാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് സെൻസർ. സെൻസറിൻ്റെ മുകളിലിരിക്കുന്ന കൺട്രോൾ സിസ്റ്റം. ഈ കൺട്രോൾ സിസ്റ്റമാണ് ഈ ബൾബിനെ കൺട്രോൾ ചെയ്യണത്. ഈ ബ്രൂഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അനുവദനീയമായ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസാണ്. ആ 35 ഡിഗ്രി സെൽഷ്യസിൽ പുറത്തെ ടെമ്പറേച്ചറോട് ബാലൻസ് ചെയ്ത് വരും. ഈ ബ്രൂഡറിലെ സെൻസർ കിടപ്പുണ്ട്. ഈ സെൻസറിൽ നിന്ന് സെൻസ് ചെയ്തിട്ട് അതിൻ്റെ ആ എക്യുപ്മെൻറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്യുപ്മെൻറ്റ് ഈ ബൾബുകളെ മുഴുവനും കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, ഈ പുറത്തെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് 35 ഡിഗ്രീനെ കറക്റ്റാക്കി നിർത്തിക്കൊണ്ട് ലൈറ്റ് ഡിമ്മായി കൊടുക്കും. ആവശ്യത്തിന് ഡിമ്മായി കൊടുക്കും. എപ്പോഴും 35 ഡിഗ്രിയിൽ മുകളിലേക്ക് പോകാൻ ഈ കൺട്രോൾ സിസ്റ്റം അനുവദിക്കില്ല. അതുകൊണ്ടിട്ട് 35 ഡിഗ്രി കൂടുതൽ ചൂട് വരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പോളി ഹൗസുകളിൽ ഉപയോഗിക്കുന്ന ഫോഗിംഗ് അഥവാ മഞ്ഞ് നന കോഴി ഫാമുകളിൽ അത്യപൂർവമാണ്. എന്നാൽ രമേശ് ഫോഗിംഗ് സംവിധാനം തന്റെ ഫാമിൽ നടപ്പാക്കിയിരിക്കുന്നു. അല്പസമയം ഫോഗിംഗ് നടത്തുമ്പോൾ തന്നെ താപനില കുറയുകയും ചൂട് കാരണം കോഴികൾക്കുണ്ടാകുന്ന അസ്വസ്ഥത മാറുകയും ചെയ്യും.
കോഴിയെ സംബന്ധിച്ചുള്ള കോഴിയെയും പശുവാണെങ്കിലും ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനം ഈ ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഹ്യൂമിഡിറ്റിയെ, കാരണം അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് ഈ ഇതിനെ വല്ലാതെ ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇതുങ്ങൾ മരണം സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വലിയ കാര്യമായിട്ടില്ല. എങ്കിലും നമുക്ക് ഈ ഫാമിനകത്ത് ഈ ഇതുള്ളത് ഫോഗിങ് സിസ്റ്റം ഉള്ളത് കാരണം അതങ്ങ് ഓൺ ചെയ്തിട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് അന്തരീക്ഷത്തിൽ ഒരു 6-7 ഡിഗ്രിയോളം കുറക്കാൻ പറ്റും. അങ്ങനെ ആ ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ കുറേ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വലിയ കാര്യമുണ്ട്. ഇപ്പോൾ വലിയ ശകലമൊക്കെ വളരെ കുറവായിരിക്കുള്ളൂ. കാരണം ഈ ടെമ്പറേച്ചർ വരുമ്പോൾ നമ്മൾ ഈ ഫോഗിങ് സിസ്റ്റം ഇട്ട് കൊടുക്കുന്നുണ്ടാണ് അത് സംഭവിക്കുന്നത്. രമേശ് ഒരുക്കിയ നിപ്പിൾ ഡ്രിങ്കർ സംവിധാനം ഓരോ കോഴിക്കും ആവശ്യത്തിനുള്ള ശുദ്ധജലം ലഭ്യമാക്കുന്നു. നിപ്പിൾ ഡ്രിങ്കറിൽ കോഴി ചുണ്ടമർത്തുമ്പോൾ തുള്ളികളായാണ് ജലം ലഭിക്കുക. വെള്ളം ഒരു തുള്ളി പോലും തറയിൽ വീഴാതിരിക്കാൻ നിപ്പിൾ ഡ്രിങ്കറിന് താഴെയായി ഡ്രിപ്പ് കപ്പുണ്ട്. കോഴി വളരുന്നതനുസരിച്ച് ജലലഭ്യത വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം PVC പൈപ്പിൽ ഘടിപ്പിച്ച ഡ്രിങ്കറിലുണ്ട്. ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നതും വെള്ളം നിപ്പിൾ ഡ്രിങ്കറിൽ ലഭ്യമാകുന്നതുമെല്ലാം സ്വയം നിയന്ത്രിതമാകിയാൽ മനുഷ്യാധ്വാനം വെറും മേൽനോട്ടത്തിൽ മാത്രം മതിയാകും. വാട്ടർ സിസ്റ്റം കറക്റ്റായിട്ട് ഇതിനകത്ത് ഒരു പൊല്യൂഷനും ഇല്ലാതെ കറക്റ്റ് നേരെ അവരുടെ അകത്തേക്കാണ് പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഫീഡിന് കലോറി കൂടുതലായത് കാരണം പ്രോട്ടീനാണ് കലോറി എന്ന് പറയുമ്പോൾ പ്രോട്ടീനിൽ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് സാധാരണ പഴയ ഡ്രിങ്കറിൻ്റെ അകത്താക്കുമ്പോൾ ഈ പ്രോട്ടീൻ അംശം മുഴുവൻ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം മുഴുവൻ പൊല്യൂട്ടഡ് ആകും. ആ പൊല്യൂട്ടഡായ വെള്ളം പിന്നെ ഇവർ കുടിക്കുന്നത്. അതുകൊണ്ടിട്ട് ഇതുങ്ങൾ ചാകാൻ ചാൻസ് കൂടുതലാണ്. ഫാമിനകത്ത് ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ നമ്മൾ ഓരോ പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി കയറ്റിയിരിക്കുന്നത്. ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കി കയറ്റുമ്പോൾ ഇവരുടെ ലൈഫ് ഇതും കൂടി നമ്മളുടെ തൊഴിൽ ഭാരവും കുറഞ്ഞു, പിന്നെ നാട്ടുകാർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ വിടാം. ഞാൻ പോളിടെക്നിക് ഡിപ്ലോമ വിദ്യാർത്ഥിയാണ്. പഠനം കഴിഞ്ഞുള്ള സമയം ഞാൻ ഇവിടെ ഫാമിൽ ചെലവഴിക്കുന്നുണ്ട്. എനിക്ക് അതിൽ നിന്നും ഏണിങ് കിട്ടുന്നുമുണ്ട്. പിന്നെ ബാക്കി ഇവിടെയുള്ള ജോലികൾ കഴിവതും ചെയ്യാറുണ്ട്. ഇവിടെ ഇലക്ട്രിക്കൽ വർക്കുകളും പിന്നെ നിപ്പിളിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അവധി കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇവിടെ പരമാവധി ചെലവഴിക്കാറുണ്ട്. കോഴികൾക്കുള്ള തീറ്റ നൽകൽ എളുപ്പമാക്കാൻ ട്രോളി സംവിധാനമാണ് രമേശ് ഫാമിൽ ഒരുക്കിയിരിക്കുന്നത്. നൂറ് കിലോഗ്രാം തീറ്റ നിറയ്ക്കാവുന്ന ട്രോളി ഉപയോഗിച്ച് 1 മണിക്കൂർ കൊണ്ട് ഫാമിലെ മുഴുവൻ ഫീഡറുകളും നിറയ്ക്കാനാകും. ഫോഗിംഗ് ഡ്രിങ്കർ സംവിധാനങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ശക്തി കൂടിയ പിസ്റ്റൺ പമ്പാണ്. കോഴികളുടെ ഓരോ ബാച്ച് കഴിയുമ്പോഴും കൂട് വൃത്തിയാക്കുന്നതിന് പിസ്റ്റൺ പമ്പ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നു. 2 ദിവസവും 4 തൊഴിലാളികളും വേണ്ടിടത്ത് 4 മണിക്കൂർ നേരത്തെ ശക്തമായ ജലപ്രവാഹം മാത്രം മതിയാകും. ഇത് നമ്മൾ ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇതിവിടെ ഫ്യൂമിഗേറ്റ് ചെയ്യാനും പിന്നെ വാക്സിൻ കൊടുക്കാനൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല ഫോഗിങ്ങാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചേമ്പറിലേക്ക് വിട്ടു കഴിഞ്ഞിട്ടെങ്കിൽ ഒരു ഡ്രോപ്പ് പോലും പാഴകില്ല. അപ്പോൾ വാക്സിൻ്റെ എല്ലാ സാധനവും കോഴിക്കുഞ്ഞിന് കൊടുക്കാൻ നേരത്ത് മാക്സിമം ഡസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന കാരണം എല്ലാ കോഴികൾക്കും ഇത് കിട്ടും. ഇത് ചെയ്യാനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഒരു 3 മിനിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയ ഫാമിൽ ഒരു 3 ദിവസം എടുക്കും ഇതെല്ലാം കൊടുത്തു വരുമ്പോൾ. ഇത് ആ സാധനം നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അത് മാത്രമല്ല, ഇതിൻ്റെ ഡിസ്ഇൻഫെക്റ്റ് എന്ത് വന്നാലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാം. അതാണ് ഈ ഒരു ഗണ്ണിൻ്റെ പ്രത്യേകത. നമ്മളിതിനെ ഈ അഗ്രികൾച്ചറിൻ്റെ അണ്ടറിലാണ് ഈ കോഴി കിടക്കുന്നത്. ഇതിനെ നമ്മളൊരു എഞ്ചിനീയർ ലെവലിലേക്ക് അങ്ങനെ തിരിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ അഗ്രികൾച്ചറിൻ്റെ അകത്ത് എഞ്ചിനീയറിംഗ് ബ്ലെൻഡ് ചെയ്തേക്കണം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഇതിനകത്ത് ഇതെല്ലാം കയറ്റിയിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള മിക്കവാറും സാധനങ്ങളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്.
അപ്പോൾ ആ ഡിസൈൻ ചെയ്തേക്കുന്ന സാധനങ്ങൾ അതുകൊണ്ടിട്ട് ഇത്രയും സക്സസ് കിട്ടിയേക്കുന്നത്. ഈ സക്സസ് കിട്ടിയേക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്രയും വലിയൊരു ഫാമിനകത്ത് നമ്മൾ 2 മണിക്കൂർ മാക്സിമം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത്രയും വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഇത്രയും പൊല്യൂഷനില്ലാണ്ട് ഈ ഫാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതും വിശ്വസിക്കില്ലായിരുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ രമേശ് പത്നിയോടൊപ്പം 50 കിലോമീറ്ററിലധികം ദൂരം വരുന്ന കോഴി ഫാമിലേക്ക് ദിവസവും എത്തി ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമുള്ള അധ്വാനമേകി മടങ്ങുമ്പോൾ ഇവിടെ ആ ഹ്രസ്വ സമയത്തിന് ലഭിക്കുന്ന വരുമാനം കണക്കാക്കിയാൽ 1000 രൂപയിലേറെ വന്നു. ഇവിടെ വന്നാൽ തന്നെ ചെയ്യുന്ന ജോലി നമുക്ക് പ്രത്യേകിച്ച് ലിറ്റർ ഇളക്കുക, പിന്നെ ഭക്ഷണം കൊടുക്കുക, അത് മാത്രമായിട്ട് മെയിനായിട്ടുള്ള ജോലിയുള്ളൂ. അതിന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കൂടുതൽ ആവശ്യമായിട്ടുള്ള. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന തൊഴിലാണ്. ഇത് നല്ല വരുമാനം കിട്ടും. പുറത്തൊരു ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും. ഒരു ഭാര്യയും ഭർത്താവും കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഒരു 10,000 കോഴീനെ ഈസി ആയിട്ട് ഒരു ഹാഫ് ഡേ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ ഹാഫ് ഡേ കൊണ്ട് 10,000 കോഴീനെ നോക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ലത്. ആ ഒരു പീരീഡിൽ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 3,000 രൂപ പെർ ഡേ കിട്ടിയിരിക്കും. എന്ത് പണിക്ക് പോയാൽ കിട്ടും 3,000 രൂപ 4,000 രൂപ കിട്ടിയിരിക്കും. അതായത് ഇവിടുത്തെ ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും നമ്മളിലേക്ക് നോക്കൂല, മറ്റുള്ളവരിലേക്കാണ് നോക്കണത്. അയാളെന്ത് ചെയ്യണം, അയാളെന്താ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പാടില്ല. നമ്മളിലുണ്ട് ഒരുപാട് കഴിവുകളും ഇതെല്ലാം നമ്മളിലുണ്ട്. അതിനെ നമ്മൾ തിരഞ്ഞെടുക്കുക, അതിനെ നമ്മൾ ശ്രമിക്കുക, കാര്യങ്ങൾ നടക്കും. കാർഷിക ജീവിതവും എഞ്ചിനീയറിംഗ് സാങ്കേതിക വൈദഗ്ധ്യവും കലർന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് PP രമേശ് എന്ന ഈ എഞ്ചിനീയറെ വേറിട്ട് നിർത്തുന്നത്. അതിലെ വ്യതിരിക്തമായ നിരീക്ഷണ പാഠവും നമ്മുടെ കാർഷിക രംഗത്തിന് സമ്മാനിക്കുന്നത് ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവ് തന്നെ.